जैसा कौन है जो मेरा भला करे। मेरा भरोसा सिर्फ तुझ पर प्रभु। तेरे जैसा कौन है जो मेरा भला करे। मेरा भरोसा सिर्फ तुझ पर प्रभु। मेरे जीवन का स्वामी ആധാർ ബനാ തൂ പ്രഭുജി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമുൻപാകെ ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തനായ ദൈവം തന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ബെൻസൺ ദാനിയേലിനോടൊപ്പം പ്രാർത്ഥനാ ധ്വനി ഗ്രൂപ്പിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ദൈവദാസിമാരും ദൈവമക്കളും ഒരുമിച്ച് വലിയവനായ ദൈവത്തിൻ്റെ മുൻപാകെ ആയിരിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും സർവശക്തനായ ദൈവം എൻ്റെയും ജീവിതത്തിൽ തന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നല്ലോ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ ധ്വനി ഗ്രൂപ്പിലൂടെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു കൂട്ടായ പ്രാർത്ഥന നടത്തുവാൻ ദൈവം തൻ്റെ ദാസനെ അതിനായി കരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ മധ്യപ്രദേശിൽ സാഗർ എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കുന്നതോർത്ത് ദൈവത്തിന് മഹത്വം. ഇന്ന് ഈ വലിയ സമയം ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ദാനിയേൽ പ്രവചനത്തിലുള്ള ഒരു വാക്യം വായിച്ച് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഈ അനർത്ഥമൊക്കെയും വന്നിരിക്കുന്നു. എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങളെ വിട്ടുതിരിഞ്ഞ് നിന്റെ സത്യത്തിൽ ബുദ്ധി പഠിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ കൃപയ്ക്കായി യാചിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനായ ദൈവത്തിൻ്റെ പ്രവാചകനായ ദാനിയേൽ ബാബേലിൽ പ്രവാസത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. അദ്ദേഹം വളരെ ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി തീർന്നു. ഇസ്രായേലിനെ കുറിച്ചും യഹൂദയെക്കുറിച്ചും താൻ ഇങ്ങനെ ചിന്തിച്ചു. അവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. അവരുടെ പിതാവായ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. മിസ്രയീമിൽ നിന്ന് അവരെ ദൈവം കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. ദൈവം അവരോട് സംസാരിച്ചു. അവർക്ക് പ്രവാചകന്മാരെയും അവർക്ക് പുരോഹിതന്മാരെയും സ്വർഗത്തിലെ ദൈവം കൊടുത്തു. അഗ്നിമയമായ ഒരു പ്രമാണം ദൈവം അവർക്ക് കൊടുത്തു. ജാതികളിൽ നിന്ന് അവരെ വേർതിരിച്ചു. അവർക്കൊരു സർവശക്തനായ ദൈവം ഉണ്ട്. ആ ദൈവം അവരുടെ ദൈവവും അവർ അവൻ്റെ ജനവും. അങ്ങനെ ദൈവം അവരെ തിരഞ്ഞെടുത്ത ഒരു ജനമാണ്. എന്നാൽ ഇപ്പോൾ അവർ പ്രവാസത്തിലാണ്. വളരെ വേദനയിൽ ഇസ്രായേലും യഹൂദയും കഴിഞ്ഞുകൂടുന്നു. ആയിരങ്ങൾ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു. അനേകർ തടവിലാക്കപ്പെട്ടു. യെരുശലേമിൻ്റെയും ഇസ്രായേലിൻ്റെയും സ്ഥിതി ഓർത്ത് താൻ വളരെ ദുഃഖിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഒരു കാര്യം തനിക്ക് മനസ്സിലായി. ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമെങ്കിൽ, ഞങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമാണെങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ എല്ലാം സ്വർഗത്തിലെ ദൈവം അറിയാതെയല്ല, ദൈവത്തിൻ്റെ അറിവോടുകൂടെയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്. അതാണ് താൻ പറയുന്നത്. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഈ അനർത്ഥമൊക്കെയും വന്നു ഭവിച്ചു. എന്നിട്ടും ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ വിട്ടുതിരിഞ്ഞില്ല. നിന്റെ സത്യത്താൽ ബുദ്ധി പഠിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ കൃപയ്ക്കായി ഞങ്ങൾ യാചിച്ചുമില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് യഹോവ അനർത്ഥത്തിനായി ജാഗരിച്ചിരിക്കുന്നു. അത് ഞങ്ങളുടെ മേൽ വരുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും നീതിമാനാകുന്നു. ഞങ്ങളോ അവൻ്റെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായ ഒരു കാര്യം പറയുകയാണ്.
ഞങ്ങളുടെ സർവശക്തനായ ദൈവത്തിൻ്റെ പക്കൽ കൃപയുണ്ട്. അവൻ കരുണ നിറഞ്ഞവനും കൃപയുള്ളവനുമാണ്, അവൻ ദയാലുവാണ്. എന്നാൽ അത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചില്ല? ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കരുണയും കൃപയും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കാതെ പോയി എന്നുള്ള കാര്യമാണ് ദാനിയേൽ പറയുന്നത്. ഞങ്ങൾ അവൻ്റെ കൃപയ്ക്കായിട്ട് യാചിച്ചില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയെക്കുറിച്ച് 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ 8-ാം വാക്യത്തിൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചാണ് പറയുന്നത്. കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ്റെ അനുഗ്രഹം അത് ദൈവം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അത് കൃപയാണെങ്കിൽ അതിന് പ്രവൃത്തിയൊന്നും കാരണമല്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ കൃപയല്ല, അതിന് യാതൊരു പ്രവൃത്തിയും കാരണമല്ല. പ്രവൃത്തി കാരണമെങ്കിൽ അത് കൃപയെന്ന് കണക്കാക്കാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവം അത് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ്. അർഹതയില്ലാത്ത സ്ഥാനത്ത് സർവശക്തനായ ദൈവം കൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ കൃപ. അത് നോഹയ്ക്ക് മാത്രമേ ലഭിച്ചുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നോഹയ്ക്ക് ലഭിച്ചെങ്കിൽ മുഴുവൻ ജനതകളുടെയും മേൽ ദൈവം തൻ്റെ കൃപാ കടാക്ഷം തുറന്നു വെച്ചിരിക്കുകയാണ്. ദൈവം തൻ്റെ വാതിൽ ആദ്യം മുതലുള്ള ജനങ്ങൾക്ക് ദൈവം മറച്ചു വെച്ചിട്ടില്ല. അത് ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ കൃപ അനേകർക്ക് ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് ഇവിടെ ദാനിയേൽ പറയുന്നത്. ഞങ്ങൾ നിന്റെ കൃപയ്ക്കായിട്ട് യാചിച്ചില്ല, ഞങ്ങൾ നിന്റെ കൃപയ്ക്കായിട്ട് അപേക്ഷിച്ചില്ല. അപ്പോൾ ദൈവം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിന് പിൻപിൽ അപേക്ഷയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ പിൻപിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം വിശ്വാസത്താലാണ് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. നാം കൃപയിലാണ് നിൽക്കുന്നത്. ആ കൃപ ഫ്രീ ആണ്. എല്ലാവർക്കും ദൈവം തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിലാണ്. അത് ആർക്കും വ്യത്യാസമില്ലാതെ ആർക്കു വേണമെങ്കിലും പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. പക്ഷെങ്കിൽ ആ വാതിലിനെ കുറിച്ച് പറയുന്നത് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം വിശ്വാസത്താലാണ് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വിശ്വാസം ആവശ്യമാണ്. കർത്താവ് ദൈവമെന്നും യേശു ദൈവമെന്നും അവൻ നമ്മെ രക്ഷിക്കുമെന്നും അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നവനെന്നും നമ്മൾ പാപികളാണെന്നും നമുക്ക് പാപക്ഷമ ആവശ്യമുണ്ടെന്നുമുള്ള ബോധ്യം നമുക്ക് വന്നിട്ട് യേശു ക്രിസ്തുവിൽ രക്ഷയുണ്ടെന്നും ക്ഷമയുണ്ടെന്നുമുള്ള വിശ്വാസമാണ് നമുക്ക് ആ കൃപ ലഭിക്കുവാനിടയായി തീർന്നത്. അതുമാത്രം മതിയോ? കേവലം വിശ്വാസത്താൽ നമ്മൾ അതിൽ പ്രവേശിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വിശ്വാസത്താൽ കൃപയിൽ പ്രവേശിച്ചെങ്കിൽ അതിലെ നിലനിൽപ്പെന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, കൃപയിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ ദൈവകൃപയിൽ പ്രവേശിച്ചാൽ മാത്രം പോരാ, അതിൽ നമ്മൾ അന്ത്യത്തോളം നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. അതായത് കൃപ ലഭിച്ച ആളുകൾ ഒരിക്കലും തെറ്റ് ചെയ്യത്തില്ല, അവരുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റത്തില്ല എന്നല്ല. ദൈവത്തിന് സ്തോത്രം. പറ്റിയാലും അവർക്ക് വിശ്വാസം മൂലം നിലനിൽക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ദാനിയേലിലൂടെ പറയുന്നത്. അത് ദൈവത്തിന് സ്തോത്രം. വിശ്വാസമുണ്ട്, യാചനയുണ്ട്, മാനസാന്തരമുണ്ട്, അതിൻ്റെ പിൻപിൽ വലിയ പ്രാർത്ഥനയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനിയും അതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഞാൻ അങ്ങോട്ട് നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ 9:16 വാക്യത്തിൽ ഇങ്ങനെ ദാനിയേലിൻ്റെ അനുതാപത്തോടുകൂടിയുള്ള പ്രാർത്ഥന, ദൈവത്തിൻ്റെ കൃപയിൽ ദാനിയേൽ ആശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആദ്യം ദാനിയേൽ പറഞ്ഞത്, ഈ ജനം ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് യാചിച്ചില്ല, ദൈവം കൃപയുടെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ അനർത്ഥമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പറ്റുന്ന മരണമോ അല്ലെങ്കിൽ രോഗങ്ങളോ
കഷ്ടതകളോ എല്ലാം ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് യാചിക്കാത്തത് കൊണ്ടാണെന്ന് ഞാൻ സമർത്ഥിക്കുകയല്ല. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ എല്ലാം പിൻപിൽ ദൈവത്തിൻ്റെ ചില ഉദ്ദേശങ്ങളുണ്ട്. കാരണം റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായിട്ട് വ്യാപരിക്കുന്നു. ഒന്നും ദോഷമായിട്ട് വ്യാപരിക്കത്തില്ല. ഇനിയും കഷ്ടമാണെങ്കിലും, ഇനി നഷ്ടമാണെങ്കിലും, പ്രതികൂല അവസ്ഥകളാണെങ്കിലും, രോഗമാണെങ്കിലും, ചിലപ്പോൾ മരണം തന്നെ വന്നാലും ദൈവത്തിന് സ്തോത്രം, തിന്മയ്ക്കായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അത് വ്യാപരിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയാവുന്ന ഒരു സഹോദരിയുണ്ട്, വളരെ നല്ല ആത്മീയ തീഷ്ണതയുള്ള ഒരു സഹോദരി. ചില നാളുകൾക്ക് മുമ്പ് സംഭവിച്ച ഒരു സംഭവമാണ്. വളരെ ആത്മീയ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം, വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കും, പ്രസംഗിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു ദിവസം രാവിലെ സമയം എനിക്കൊരു ഫോൺ വന്നു. വെളുപ്പിനെ ഒരു 4 മണി കഴിഞ്ഞ സമയം അവരുടെ മകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് എൻ്റെ വീട്ടിൽ വരെ വരണം, എൻ്റെ അമ്മയ്ക്ക് എന്തോ കുഴപ്പം പറ്റി. ഞാൻ പറഞ്ഞു, ഞാൻ നേരം വെളുത്തിട്ട് വരാം. ഞാനൊരു 5:30 ആയപ്പം വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഈ മോൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. അങ്കിള് വാ കയറിയിരിക്കാൻ പറഞ്ഞ് ഞാൻ കയറിയിരുന്നു. പെട്ടെന്ന് അമ്മ വന്ന് അവിടെ കസേരയിൽ ഇരുന്നു. മകളോട് പറഞ്ഞു ഒരു ചായ എടുത്തുകൊണ്ട് വരാൻ. മകൾ ചായ എടുക്കാൻ പോയണേ അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മോക്ക് എന്തോ പ്രശ്നം ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല. വെളുപ്പിനെ ഒരു 4 മണി കഴിഞ്ഞപ്പോൾ അവൾ ഫോണുമായിട്ട് വെളിയിൽ പോയി ആരോടോ സംസാരിക്കുന്നുണ്ട്. അതെന്നെയാണ് വിളിച്ചത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ വിളിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഡൗട്ടായി ഇവരിൽ ആർക്കാണ് പ്രശ്നം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കുറച്ച് കഴിഞ്ഞ് അകത്തുനിന്ന് അവരുടെ വേറെ മക്കളുണ്ടായിരുന്നു, അവരിറങ്ങി വന്നിട്ട് ആൺമക്കൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മമ്മിക്ക് എന്തോ സംതിങ് പ്രോബ്ലമാണ്, ഭയങ്കര ഭയം. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയോണ്ട് എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കരുത്, എനിക്ക് പേടി വരുന്നു, പ്രാർത്ഥിക്കരുത്. ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിച്ചാൽ? എൻ്റെ അടുത്തൊരാൾ നിൽപ്പുണ്ട്, എന്നോട് പറയുന്നു ഇപ്പം കൊല്ലുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോന്നു. എന്നാൽ ഏതാണ്ട് 10-40 ദിവസത്തോളം അവരതേ രീതിയിൽ കഷ്ടപ്പെടുവാനിടയായി തീർന്നു. അവർക്ക് വേണ്ടി വളരെ ആളുകൾ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞൊരു 40-42 ദിവസം കഴിഞ്ഞപ്പോൾ അവർ നോർമലായി. മറ്റേ അവർ പ്രാർത്ഥിക്കാൻ ഇരിക്കത്തില്ല, ഭയമാണ് അവർക്ക്. വളരെ അറിവുള്ള വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. ഞാനവിടെ ചെന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, എന്നെ ദുരാത്മാവ് കയറി പിടിക്കാനുള്ള കാരണം പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു. 3 കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. ഒന്ന്, എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒരു സഹോദരനുണ്ട്. അദ്ദേഹം അവിടുത്തെ ക്ലർക്കാണ്. അവിടുന്ന് കുറേ പൈസയുടെ തിരിമറി നടന്നു. എല്ലാവരും പറഞ്ഞു ആ മനുഷ്യനാണ് കള്ളൻ, ഞാനും പറഞ്ഞു അയാളാണ് കള്ളൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, നീ അവനെ കള്ളനെന്ന് എന്തുകൊണ്ട് വിളിച്ചു? ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞു, ഒരു വീട് ഒരു സഭയുടെ ഒരു വീട് അവർ കബ്ജ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അവർ കൈയടക്കി വെച്ചിട്ടുണ്ട്. ആ വീട് തിരിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, ഭർത്താവ് ഒരു ഗവൺമെൻറ് ഓഫീസറായിരുന്നു. എന്നോട് പറഞ്ഞു, വീട്ടിനകത്ത് കിടക്കുന്ന ഫർണിച്ചറൊക്കെ പലരും കൊണ്ട കൊടുത്തതാ, അതെല്ലാം പുറത്താക്കിയിട്ട് ആർക്കെങ്കിലുമൊക്കെ പറക്കി കൊടുക്കാൻ പറഞ്ഞു. 3 കാര്യവും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. 3 കാര്യവും അവർ പെട്ടെന്ന് തന്നെ മക്കളെ കൊണ്ട് ക്രമീകരിപ്പിച്ചു. കള്ളനെന്ന് വിളിച്ച് ആളിൻ്റെ അടുത്ത് പോയി ക്ഷമ ചോദിക്കുവാനിടയായി തീർന്നു. അവർ പഴയതിലും നല്ല രീതിയിൽ നല്ല അഭിഷേകത്താൽ കർത്താവിന് വേണ്ടി ഇന്ന് പ്രയോജനപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത ദിവസങ്ങളിൽ എന്നെ കണ്ടോണ്ട് എന്നോട് പറഞ്ഞു, ആ കഷ്ടങ്ങളെല്ലാം ജീവിതത്തിൽ വളരെ ലാഭമായിട്ട് തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു പ്രത്യേക രീതിയിലേക്ക് നടത്തുവാനിടയായി തീർന്നു. ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്. 9:16 മുതലുള്ള വാക്യങ്ങളിൽ
അനുതാപത്തോടെയുള്ള ഒരു പ്രാർത്ഥന. കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു, ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. എന്നാൽ നിന്റെ സർവ്വനീതിക്കും ഒത്തവണ്ണം നിന്റെ കോപവും ക്രോധവും നിന്റെ വിശുദ്ധ പർവ്വതമായ യെരൂശലേം നഗരത്തിൽ നിന്ന് നീങ്ങിപ്പോകുമാറാകട്ടെ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തവും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തവും യെരൂശലേമും നിന്റെ ജനവും ചുറ്റുമുള്ള എല്ലാവർക്കും നിന്ദയായി. ഇനി അതിൻ്റെ 18-ാം വാക്യം, ഞങ്ങൾ ഞങ്ങളുടെ നീതി പ്രവൃത്തികളിലല്ല അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു. കർത്താവേ, ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. പിന്നെ അതേ അധ്യായത്തിലെ 21-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. സന്ധ്യായാഗത്തിൻ്റെ സമയത്ത്, അതായത് സന്ധ്യായാമത്തിലെ സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് ഗബ്രിയേൽ എന്ന ദൂതൻ ദൈവത്തിന് സ്തോത്രം ദാനിയേലിന് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ജനത്തെക്കുറിച്ചും അവരുടെ വിടുതലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ദാനിയേലിനോട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഇരമ്യാ പ്രവാചകനും വിലാപങ്ങളുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, വിലാപത്തിൻ്റെ പുസ്തകം അതിൻ്റെ 2, അതിൻ്റെ 18, 19 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. സിയോൻ പുത്രിയുടെ മതിലെ, രാവും പകലും ഓലോല കണ്ണുനീർ ഒഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയുടെ വാല്യുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നിനക്കും നിന്റെ തലമുറകൾക്കും വേണ്ടി നീ എഴുന്നേറ്റ് യാമത്തിൻ്റെ ആരംഭത്തിങ്കൽ ഇരുന്ന് കരയുക. യാമാരംഭത്തിങ്കൽ, രാത്രിയിൽ യാമത്തിൻ്റെ ആരംഭം, തുടക്കത്തിൽ ദൈവം മുൻപാകെ ഇരുന്ന് കരയുക, ഓലോല കണ്ണുനീരൊഴുക്കുക. ദാനിയേലിൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് കാണുന്നത്. സന്ധ്യായാമം, സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദാനിയേൽ പ്രാർത്ഥിച്ചത് തൻ്റെ പാപവും തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും പാപവും ഏറ്റുപറഞ്ഞ് വളരെ ദുഃഖത്തോടെ, വളരെ കയ്പോടുകൂടെ ദൈവസന്നിധിയിൽ കരയുവാനിടയായി തീർന്നു. അപ്പോൾ ദൈവകൃപയിൽ നിലനിൽക്കണമെങ്കിൽ, ഒരു മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ, അവൻ്റെ കുടുംബം നിലനിൽക്കണമെങ്കിൽ, ഒരിക്കൽ കൃപയിലേക്ക് ഫ്രീ ആയിട്ട് പ്രവേശിച്ചവർ, ഒരുപാട് പേർക്കും ഒരു ധാരണയുണ്ട് ദൈവ കൃപയെന്ന് പറയുന്നത് ദൈവം എല്ലാവർക്കും ഫ്രീ കൊടുത്തിരിക്കുക, അതിൽ ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കുക, അത് പ്രവൃത്തി കാരണമേ അല്ല. ദൈവത്തിന് സ്തോത്രം. അതെ, പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, കയ്പോടുകൂടെയുള്ള പ്രാർത്ഥന, അനുതാപത്തോടുകൂടെയുള്ള പ്രാർത്ഥന, കരച്ചിലോടുകൂടെയുള്ള പ്രാർത്ഥന തുടർമാനമായി ദൈവസന്നിധിയിൽ ചെയ്തില്ല എങ്കിൽ, വരും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എങ്കിൽ, ഏറ്റുപറഞ്ഞ് കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചില്ല എങ്കിൽ, ജീവിതത്തിലെ കുറവുകളെ കണ്ടുപിടിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചില്ല എങ്കിൽ, ഇസ്രായേലിന് ലഭിച്ചതുപോലെ ദൈവത്തിന് സ്തോത്രം ഒരു പ്രമാണം ലഭിച്ചവരായിരുന്നിട്ടും, ദൈവം അവരോട് കൂടെ യാത്ര ചെയ്തു എന്നിട്ടും, ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു എന്നിട്ടും അവർക്ക് ഈ ഗതി വന്നെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ക്രിസ്തീയ രാഷ്ട്രങ്ങളായ വിദേശ രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. പതിരും നല്ല മണിയും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി ഇളക്കി, എല്ലാം കൂടെ ഒരുമിച്ച് നല്ലതാണെന്ന് പറഞ്ഞു വെക്കുന്ന സമ്പ്രദായമാണല്ലോ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാപം ഏതാണെന്നോ, ന്യായം ഏതാണെന്നോ, സത്യം ഏതാണെന്നോ, നീതി ഏതാണെന്നോ ഒന്നും തിരിച്ചറിയാതെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൺട്രോളുമില്ലാതെ ദൈവത്തിൻ്റെ ജനമായിരുന്ന അവരുടെ തലമുറകൾ
ഇന്ന് പാപത്തിലേക്ക് ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നന്ദിയുള്ളവരായിരിക്കണം, അനുതാപമുള്ളവരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, മടങ്ങി വരുന്നവരായിരിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കാതെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രതികൂല അവസ്ഥയിൽ കൊറോണ രോഗം ഇത്രത്തോളം വ്യാപിച്ച സമയങ്ങളിൽ എല്ലാവർക്കും വീട്ടിലിരിക്കുവാൻ ലഭിച്ച സമയം, ദൈവമുൻപാകെ പ്രാർത്ഥിക്കുവാൻ, ദൈവമുൻപാകെ ജാഗരിക്കുവാൻ വളരെ ആളുകൾക്കും ദൈവം സമയം നൽകി. ദൈവത്തിന് സ്തോത്രം. അനുതാപത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ അനേകർക്കും ദൈവം കൃപ കൊടുത്തു. ആയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം. 1 തിമോഥെയോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 1-ന്റെ 14 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കർത്താവിൻ്റെ കൃപ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ആ കൃപ യേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം ദൈവം നമുക്ക് പ്രകടമാക്കിയിട്ടുണ്ട്. അത് യോഹന്നാന് സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകിയതുകൊണ്ട് തൻ്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തി. पिता परमेश्वर जगत से ऐसा प्रेम किया है कि उसने अपने एकलौते पुत्र को दे दिया, जो कोई भी उस पर विश्वास करे वह नाश न हो परंतु अनंत जीवन पाए. ദൈവം തന്റെ പുത്രനെ നൽകിയത് നമ്മളോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയിട്ടാണ്. ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നത്. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹത്തിൽ നിലനിൽക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്: കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള വാക്യത്തിൽ ന്യായപ്രമാണം സകലതും ഉൾപ്പെടുന്നു. എന്നാൽ നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താൽ ആ സ്നേഹം എവിടെ ചെന്ന്? ദൈവത്തിന് സ്തോത്രം. എവിടെ ചെല്ലും ആ സ്നേഹം? അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താൽ ദൈവം തൻ്റെ സ്നേഹം തൻ്റെ കൃപയിലൂടെ വെളിപ്പെടുത്തി. ആ കൃപയിൽ നിലനിൽക്കുന്നവൻ ദൈവസ്നേഹത്തിൽ നിലനിൽക്കണം. ദൈവത്തിന് സ്തോത്രം. യേശു ഒരു ദൃഷ്ടാന്തം പറഞ്ഞത് നമ്മളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ. ഒരുവൻ തൻ്റെ യജമാനൻ്റെ അടുത്ത് ചെന്നിട്ട് തനിക്കുള്ള കടം കൊടുത്തു തീർക്കുവാൻ കഴിയത്തില്ല എന്നവൻ അപേക്ഷിച്ചപ്പോൾ അവൻ്റെ യജമാനൻ അവൻ്റെ കടം ക്ഷമിച്ചു കൊടുത്തു. എന്നാൽ അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തനിക്ക് ലഭിക്കാനുള്ള, മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാനുള്ള ധനം അവന് തരാനുള്ള മറ്റൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ അവനോട് ചെയ്ത ദയ അവൻ ഓർക്കാതെ അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കിയെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ അവൻ്റെ യജമാനൻ ഇതറിഞ്ഞിട്ട് അവനെ വിളിപ്പിച്ചിട്ട് ചോദിക്കുന്ന കാര്യം ഇതാണ്: നിന്റെ കടം നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിനക്ക് ക്ഷമിച്ചു തന്നു, ഞാൻ നിനക്ക് ഇളച്ചു തന്നു. എന്നാൽ ആ സ്നേഹം നീ മറ്റുള്ളവനോട് കാണിച്ചില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. നാം വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. നാം ഏതളവിനാൽ അളക്കുന്നോ അതേ അളവിനാൽ നമുക്ക് തിരിച്ചളവ് വരുമെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ സന്തോഷമുള്ളവരായിരിക്കാൻ ദൈവമക്കൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നവർ സന്തോഷം അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിലെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നവരായിരിക്കണം. കർത്താവിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു: കൃപ പലരിലും പെരുകി ദൈവമഹത്വത്തിനായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന്
സകലതും നിങ്ങൾ നിമിത്തമല്ലോ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. കൃപ പലരിലും പെരുകിയിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിനായി സ്തോത്രം വർദ്ധിപ്പിക്കണം. സ്തോത്രം എന്ന് പറയുന്നത് ഒരു ദൈവത്തിന് നന്ദി അർപ്പിക്കണം. നന്ദിയുള്ള ജീവിതം നയിക്കണം. ദൈവം നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമുക്കില്ലാത്ത കാര്യങ്ങളെ ഓർത്ത് പരാതി പറയുന്ന സ്വഭാവമാണ്. ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് പരാതി പറയും. ദൈവത്തിന് സ്തോത്രം. ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവം ചെയ്ത ഉപകാരങ്ങളെ നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം എത്ര ശ്രേഷ്ഠതയോടെ നടത്തുന്നു, ദൈവം എത്ര അത്ഭുതകരമായി നടത്തുന്നു. ഓരോ ചെറിയ കാര്യവും കിട്ടുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം, ദൈവമേ അവിടുന്ന് ഇത് തന്നല്ലോ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചല്ലോ. എന്നാൽ പലരുടെയും വായിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കാറുണ്ട്, എനിക്ക് ഇത്രയൊക്കെ ഉണ്ട്, പക്ഷേ അതില്ല, ഇതില്ല, മറ്റേതില്ല, മറിച്ചേതില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന നന്മകളെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കാതെ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നിരാശ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പലപ്പോഴും പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിരാശ ഉണ്ടാകാം. നമ്മൾ രോഗികളായിരിക്കുമ്പോൾ, നമ്മൾ കഷ്ടം അനുഭവിക്കുമ്പോൾ, നമ്മൾ പ്രതികൂലത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോഴൊക്കെ നിരാശയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം, പരിഭവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ ദാനിയേൽ പറഞ്ഞതുപോലെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കാതിരിക്കരുത്. നമ്മളെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ ഉത്തരവാദിത്വമുള്ള ഒരു ദൈവം നമ്മളോടുകൂടെയുണ്ട്. നമ്മളെക്കുറിച്ച് പൂർണ്ണമായി അറിയുന്ന ദൈവം നമ്മളോടുകൂടെയുണ്ട്. അവൻ നന്മയ്ക്കായിട്ട് സകലതും ചെയ്യുന്നവനായ സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നന്ദിയുള്ളവരായിരിക്കാൻ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. സന്തോഷം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു ഫലമാണ്. സ്നേഹം, സന്തോഷം. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹം, സന്തോഷം, ബാക്കിയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം സ്നേഹമുള്ളവരായിരിക്കണം. ദൈവസ്നേഹം നമുക്ക് പ്രകടിപ്പിച്ചു, നമ്മൾ സ്നേഹമുള്ളവരായിരിക്കണം, സന്തോഷമുള്ളവരായിരിക്കണം. ഒന്നിലും തൃപ്തിയില്ലാത്ത അവസ്ഥ, ദൈവത്തിന് സ്തോത്രം, അത് നന്ദിയില്ലാത്ത അവസ്ഥയാണ്. ഇസ്രായേലിനെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നന്മകളൊക്കെ കൊടുത്തപ്പോഴും അവർ പിറുപിറുത്തു എന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നുണ്ട്. ശ്രേഷ്ഠമായ മന്ന ദൈവം അവർക്ക് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നെഗറ്റീവ് തിങ്കിങ് അവരുടെ ജീവിതത്തിൽ വരുവാനിടയായി തീർന്നു. നിസ്സാരമായ മന്ന എന്ന് പറയുവാനിടയായി. ഇന്നും അതുപോലെ ഒരുപാട് പേര് പറയുന്ന ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം, അതില്ല, ഇതില്ല. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ എൻജിനീയറിങ്ങിന് കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി. എത്രയോ ആളുകളാണ് മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നവർ എത്രയോ പേരാ. കടഭാരം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവർ എത്രയോ പേരാ. അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ ചിന്തിച്ചാൽ, ദൈവം ചെയ്ത രക്ഷയെക്കുറിച്ച് ചിന്തിച്ചാൽ, ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ, ദൈവം നടത്തുന്ന വിധങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ, ഇതിനും അപ്പുറം ദൈവം ശ്രേഷ്ഠതയോട് നടത്തുമെന്നുള്ള ആ നന്ദിയുള്ള ഹൃദയം അവരുടെ ഉള്ളിൽ അവർക്കൊരു നന്ദിയുള്ള ഹൃദയമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരോട് സംസാരിക്കുവാനിടയായി തീരും. ഇതിനും അപ്പുറത്ത് ശ്രേഷ്ഠതയോടെ നടത്തുവാൻ ഞാൻ വിശ്വസ്തനായ ദൈവമെന്ന് മന്ത്രിക്കുന്ന ശബ്ദം അവർക്ക് കേൾക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അത് കേൾക്കാൻ അവർ ദൈവസന്നിധിയിൽ ഇരിക്കത്തില്ല. കാരണം അവർ നന്ദിയില്ലാത്ത ഹൃദയം, നന്ദി പറയുന്ന ഹൃദയം അവർക്കില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, വളരെ നമ്മൾ നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ ഓരോ സമയവും ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിൻ്റെ ഉപകാരങ്ങളെ നമ്മൾ മറന്നു പോകരുത്. അതുപോലെ പരാതി പറയുന്ന സ്വഭാവങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. ദൈവത്തിന് സ്തോത്രം. വലിയൊരു വീട് വെച്ചു, ലോൺ എടുത്തു, വലിയൊരു വീട് വെച്ചു, അതിനായിട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ ആ വിഷമത്തോട് പറയുന്ന പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ
ദൈവത്തിന് സ്തോത്രം. അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖിതരെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടിയില്ല, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. അതൊന്നുമല്ല. ഈ ലോകത്തിൽ വളരെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത എത്രയോ ആളുകളുണ്ട്. നിരാശയോട് ദുഃഖത്തോട് കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും പലരോടും പറയുന്ന കാര്യമാണ്, ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ വാർഡുകളിൽ ഒന്ന് കയറി നടന്നാൽ കൊള്ളാം. ഇപ്പോഴങ്ങനെ ആർക്കും പോകാനൊക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പിള്ളേരെയൊക്കെ കൊണ്ട് കാണിക്കുമായിരുന്നു, ബേണിംഗ് വാർഡൊക്കെ കൊണ്ട് കാണിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഞാൻ പറയുമായിരുന്നു, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അല്ലാതെ നല്ല ഉടുപ്പ് ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ നടക്കുന്ന, കാറെ നടക്കുന്ന സ്വഭാവം അത് മാത്രമല്ല മനുഷ്യൻ്റെ അവസ്ഥ. ഇതും മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനിതെല്ലാം ചിന്തിക്കേണ്ട ആവശ്യം അവൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മുൻപാകെ നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം. ദൈവത്തിന് മഹത്വം. ദാവീദിന്റെ സന്തോഷത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ സന്തോഷിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തു ഭാഗത്തിരിക്കാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് ആനന്ദിച്ചു, എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തു ഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറഞ്ഞത് എന്താണ്? ഈ കൃപ പലരിലും പെരുകിയിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് സ്തോത്രമാണ് വർദ്ധിപ്പിക്കേണ്ടത്. ദൈവം നിന്റെ മുൻപാകെ ഉണ്ടെങ്കിൽ, ദൈവം നിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണ്, ഒന്നും തിന്മയ്ക്കായിട്ടല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, ചില പ്രശ്നങ്ങൾ ചിലരുടെ ജീവിതത്തിൽ വന്നത് അവരിന്ന് എന്നോട് പറഞ്ഞത് വളരെ നന്മയ്ക്കായിട്ടാണെന്ന്. വേറൊരു വ്യക്തിയെക്കുറിച്ച് ഈ അടുത്ത ദിവസത്തിൽ വളരെ പ്രശ്നങ്ങൾ, ഏതാണ്ട് ഒരു ബിസിനസ് ചെയ്ത് മക്കൾക്ക് 40 ലക്ഷത്തിലധികം രൂപ നഷ്ടമായി. ആ പിള്ളേരൊന്നും ദൈവത്തെ അനുസരിക്കുന്നവരല്ലായിരുന്നു. ഈ ദിവസങ്ങളിൽ ആ കുടുംബം എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ മക്കളും അടുത്തിരിപ്പുണ്ട്. അപ്പം ആ മാതാവ് മിണ്ടാതിരുന്നപ്പോൾ ആ മക്കൾ എന്നോട് പറഞ്ഞത് കേൾക്കണോ? വളരെ സന്തോഷത്തോട് ജീവിക്കുന്നു. പൈസയൊക്കെ പോയി, പക്ഷെങ്കിൽ ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ, കുടുംബമായിട്ട് ദൈവത്തെ അറിയുവാൻ ഒരു മുഖാന്തരമായി. 40 ലക്ഷമാണോ വലുത്, നിത്യജീവനാണോ വലുത്? ദൈവത്തിന് സ്തോത്രം. 40 ലക്ഷമായല്ലേ? 40 ലക്ഷമാണോ വലുത്, നിത്യജീവനാണോ, രക്ഷിക്കപ്പെടുക എന്നുള്ളതാണോ വലുത്? പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ യഹൂദ പുരുഷന്മാരോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യം, എനിക്ക് തോന്നുന്നത് അതിൻ്റെ 3-ാം വാക്യമാണ്. ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. ദൈവത്തിന് സ്തോത്രം. അവരൊക്കെ ഹൃദയഭാരത്തോടുകൂടെയാണ് പറയുന്നത്. പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു നാൾക്ക് നാൾ, പക്ഷേ അകമേയുള്ളവൻ നാൾക്ക് നാൾ ബലപ്പെടുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു ക്രിസ്തുവിൽ, ഞങ്ങൾ ബലപ്പെടുന്നു ക്രിസ്തുവിൽ, ഞങ്ങൾ ആനന്ദിക്കുന്നു, ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു ക്രിസ്തുവിൽ. കാരണം ദൈവം തന്ന രക്ഷയെ ലോകത്തിലുള്ള മറ്റൊന്നിനോടും കമ്പയർ ചെയ്യുവാനൊക്കത്തില്ല, താരതമ്യം ചെയ്യുവാനൊക്കത്തില്ല. അതാണ് ദാവീദ് പറയുന്നത്, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപാകെ വെച്ചിരിക്കുന്നു. കഷ്ടം വന്നാലും നഷ്ടം വന്നാലും രോഗം വന്നാലും പ്രതികൂലം വന്നാലും പ്രശ്നം വന്നാലും ദൈവമാണ് എൻ്റെ മുൻപാകെ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. നിനക്ക് ശക്തിയില്ലാത്തവനാ എനിക്കറിയാം, പക്ഷെ ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ ഉത്തരമരുളും. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ദുഃഖമുണ്ട്, നിരാശയുണ്ട്, രോഷം, ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇപ്പോൾ ഡൽഹിയിൽ പള്ളി പൊളിച്ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അകത്ത് ഒരു വല്ലാത്ത അനുഭവം ഉണ്ടായി. രോഷമുണ്ടായി, ദുഃഖമുണ്ടായി, ഒരു വല്ലാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്തുകാരുടെ ഒന്നുമല്ല, കത്തോലിക്കരുടെയാ. പക്ഷെങ്കിൽ അകത്തൊരു വേദനയുണ്ടായി.
ദൈവത്തിന് സ്തോത്രം. എന്നാൽ അപ്പോഴൊരു പോസിറ്റീവ് ചിന്താഗതി മനസ്സിൽ വന്നത് എന്താണെന്നറിയോ? പെട്ടെന്ന് ചില വചനങ്ങൾ ഓടിയെത്തി. അത്യുന്നതനായവൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. നീ പൊളിക്കാവുന്നതിൻ്റെ അത്രയും പൊളിക്ക്. അത്യുന്നതൻ കൈപ്പണിയായ മന്ദിരത്തിൽ വസിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. क्या तुम नहीं जानते कि तुम परमेश्वर का मंदिर हो, परमेश्वर का पवित्र आत्मा तुम पर वास करते हो? നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ മന്ദിരമാണ് നിങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഈ മന്ദിരത്തെ സൂക്ഷിച്ചു കൊള്ളുക. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് ഈ മന്ദിരം. ദൈവത്തിന് സ്തോത്രം. അത്യുന്നതനായ ദൈവം കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. രോഷമുണ്ടാകും, ദുഃഖമുണ്ടാകും, നിരാശയുണ്ടാകും. നൈജീരിയയിലൊക്കെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നെന്ന് കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്ത് രോഷമുണ്ടാകും, ആവേശമുണ്ടാകും, ദുഃഖമുണ്ടാകും. എനിക്ക് ചിലപ്പോൾ രാത്രിയിലൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉറക്കം കൂടെ നഷ്ടപ്പെടും. എന്നാൽ പോസിറ്റീവായിട്ട് ചില വാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലോട്ട് സംസാരിക്കുവാനിടയായിത്തീരും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ്റെ കീഴെ കണ്ടു. യോഹന്നാൻ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെയുള്ള യാഗപീഠത്തിൻ്റെ കീഴിൽ കണ്ടു. അവർ ചോദിക്കുകയാണ്, സർവശക്തനായ പിതാവായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളവരോട് എപ്പോൾ പ്രതികാരം നടത്തും? ദൈവത്തിന് സ്തോത്രം. ഇത് കാണുന്നവൻ ഒരുവനുണ്ട്, അവൻ്റെ മുൻപിൽ നിന്നൊന്നും മാഞ്ഞു പോന്നില്ല. അപ്പോൾ ആ നിരാശ മാറിപ്പോവാനിടയായി തീർന്നു. അപ്പോൾ ആ ദുഃഖം മാറിപ്പോവാനിടയായി തീർന്നു. അപ്പോൾ ആ രോഷം പ്രത്യാശയായിട്ട് മാറിപ്പോവാനിടയായി തീർന്നു. പ്രത്യാശയായിട്ട് തീരുവാനിടയായി തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ചിലപ്പോൾ നിനക്ക് നല്ല ജോലി ഉണ്ടായിരിക്കാം, ഉണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം, ഇല്ലെങ്കിലും ദൈവത്തിന് മഹത്വം. ചിലപ്പം നിന്റെ വീട്ടിൽ നല്ല സമൃദ്ധമായ ആഹാരം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം, ഉണ്ടെങ്കിലും ദൈവത്തിന് മഹത്വം, ഇല്ലെങ്കിലും ദൈവത്തിന് മഹത്വം. നിരാശയെടുത്ത് ദൂരെയോട്ട് കള. ദൈവത്തിന് സ്തോത്രം. ഉള്ളവനെ കാണുമ്പോൾ ഇല്ലാത്തവൻ ഒരു ചെറിയ അപകർഷതാബോധമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്റെ അപകർഷതാബോധം എടുത്ത് ദൂരെയോട്ട് കള. ദൈവത്തിന് സ്തോത്രം. ആരുടെയും മുമ്പിൽ കൂസാതെ ധൈര്യത്തോടെ തല ഉയർത്തി നിൽക്ക്. നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. അനേക ദുഷ്ടന്മാരുടെ സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും മഹത്വമുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും കണ്ട് വ്യാകുലപ്പെടാൻ നിങ്ങൾ ആരുമല്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, നശിച്ചു പോകുന്ന മനുഷ്യനെയും പുല്ലുപോലെ ഉണങ്ങുന്ന മനുഷ്യനെയും ക്രമിച്ചു പോകുന്ന മനുഷ്യനെയും ഭയപ്പെടുവാനും അവനെ കണ്ട് വ്യാകുലപ്പെടുവാനും നീ ആര്? ദൈവത്തിന് സ്തോത്രം. 73-ാം സങ്കീർത്തനത്തിൽ ദൈവഭക്തനായ ആസാഫ് ഇതുപോലൊരു കാര്യം വിളിച്ചു പറയുന്നുണ്ട്. എനിക്ക് അനേകരുടെ സൗഖ്യം കണ്ടിട്ട്, എനിക്ക് ലോകത്തിലെ അത് കണ്ടിട്ട് ഇത് കണ്ടിട്ട്, അവരുടെ വീട് കണ്ടിട്ട്, അവരുടെ ഉയർച്ച കണ്ടിട്ട്, അവരുടെ ആ നല്ല വണ്ടി കണ്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ നല്ല ഡ്രസ്സ് കണ്ടിട്ട്, അവരുടെ പിള്ളേരൊക്കെ നല്ല രീതിയിൽ നടക്കുന്നത് കണ്ടിട്ട് എൻ്റെ മനസ്സിനകത്ത് എനിക്കൊരു വ്യാകുലം ഉണ്ടായി. എനിക്ക് അസൂയം തോന്നി. കാരണം അവർക്കാർക്കും ദുഃഖമൊന്നുമില്ല. ഞാൻ നിന്റെ മുൻപാകെ എൻ്റെ കൈകളെയൊക്കെ കഴുകി വിശുദ്ധിയോട് ജീവിക്കാൻ നോക്കിയിട്ടും എൻ്റെ ജീവിതത്തിൽ കഷ്ടതയും ഭാരങ്ങളും ഒക്കെയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ചെറിയ നിരാശയൊക്കെ ജീവിതത്തിൽ വന്നു. താൻ പറയുകയാണ്, എൻ്റെ പ്രാർത്ഥനയൊക്കെ വ്യർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നു. ആണെന്ന് പറയുന്നില്ല, എനിക്ക് തോന്നുന്നു. ആദ്യം ഒന്നും മനസ്സിലായില്ല. അവസാനം ദൈവം പറഞ്ഞു, ആസാഫേ, നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നീ നോക്കാതെ
എൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് ഞാൻ നോക്കുന്നത് പോലെ നീ ഒന്ന് നോക്ക്. ദൈവത്തിന് സ്തോത്രം. അവസാനം ഇതിൻ്റെ അന്തം എന്താകുമെന്നറിയാൻ ഞാൻ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിന്നു. അപ്പോൾ ദൈവം എന്നെ ചൂണ്ടിക്കാണിച്ച്, നീ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു, അവൻ എവിടെ നിൽക്കുന്നതെന്ന് നീ ഒന്ന് നോക്ക്. അപ്പോഴാണ് ആസാഫിന് പിടികിട്ടിയത്. കർത്താവെ, നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിരാശ മാറ്റിക്കളയാം, പ്രത്യാശയാൽ നിറയാം, ഹൃദയം സ്നേഹത്താൽ നിറയാം, ആനന്ദിക്കാം, ധൈര്യപ്പെടാം, പരാതി പറയുന്നത് മാറ്റാം. ദൈവത്തിന് സ്തോത്രം. വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടുകൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഖരിയ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരുന്ന ഒരു സമയം വരും. ദൈവത്തിന് സ്തോത്രം. അന്ന് യഹൂദ ജനം, ഇസ്രായേൽ ജനം കുത്തിയവങ്കിലേക്ക് നോക്കും, തങ്ങൾ കുത്തിയവങ്കിലേക്ക്. ദൈവത്തിന് സ്തോത്രം. ഇവൻ മരിച്ചുപോയോ എന്നറിയാൻ വേണ്ടി ഒരു പടയാളി അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ടൊരു കുത്തുകുത്തി. ദൈവത്തിന് സ്തോത്രം. മരിച്ചോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ചെയ്തതാണ്. എന്നാൽ ഇത് സംഭവിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ അവരുടെ പ്രവാചകനായ സഖരിയാവ് അവരോട് തന്നെ വിളിച്ചു പറഞ്ഞു, അന്ന് ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും അവസാന നാളുകളിൽ യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. അവർ തങ്ങൾ കുത്തിയവങ്കിലേക്ക് നോക്കും. സഖരിയ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ഇനി അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അകൃപ ദൈവം അകൃപയങ്ങോട്ട് പകരുമ്പോൾ, അകൃപയങ്ങോട്ട് പകരപ്പെടുമ്പോൾ അവർ ക്ഷീണിച്ച് നിരാശരായി തീരുമെന്നല്ല എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അന്നിടറി നടക്കുന്നവൻ ദാവീദിനെ പോലെ ആയിരിക്കും. ദാവീദ് ആരാണെന്ന് നമുക്കറിയാം. 27-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന സൈന്യത്തെ ഞാൻ ഭയപ്പെടുകയില്ല. ഒരു വലിയ സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം നിർഭയമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇടറി നടക്കുന്നവൻ ദാവീദിനെ പോലെയാകും. ദാവീദ് ഗൃഹം ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെയാകും. വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയിൽ നമ്മൾ പ്രവേശിച്ചു. ഇനി അതിൽ നിലനിൽക്കണമെങ്കിൽ യാചനയും പ്രാർത്ഥനയും അനുതാപവും ജാഗരണവും മടങ്ങിവരവും മാനസാന്തരവും മറക്കാതെ ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ വചനം പറഞ്ഞതുപോലെ യാമത്തിൻ്റെ ആരംഭത്തിങ്കൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വരും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ അകൃത്യങ്ങളും നമ്മുടെ പൂർവികരുടെ അകൃത്യങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. നിരാശയെ ദൂരീകരിക്കാം. വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചില പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ബോബി ചെല്ലപ്പൻ, ദൈവത്തിന് സ്തോത്രം. ഹാർട്ട് അറ്റാക്കായിട്ട് ചില ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്കായിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുവാൻ ഡോക്ടേഴ്സ് പറഞ്ഞു. ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഇപ്പോൾ ICUവിലാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം റിക്കവറായി വരുന്നു. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനാ ധ്വനി ഗ്രൂപ്പിൽ കർത്താവായ ദൈവമേ പലയിടങ്ങളിൽ നിന്നായി ഈ ലൈവ് മീറ്റിങ്ങിൽ ആയിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് പ്രിയപ്പെട്ട ബോബി ചെല്ലപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ICUവിൽ അവിടുത്തെ അദൃശ്യമായ കരം നീട്ടി, ആണിപ്പഴുതേറ്റ കരം നീട്ടി, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ വില നൽകിയ കരം നീട്ടി അവിടുന്ന് തൊട്ട സൗഖ്യമാക്കണമേ. ദൈവമായ കർത്താവേ, നിരാശയെല്ലാം മാറിപ്പോട്ട് പ്രത്യാശയാൽ നിറയ്ക്കണം. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മരണത്തിനോ രോഗത്തിനോ കഷ്ടത്തിനോ ഒന്നിനും ഞങ്ങളെ യേശുവിലുള്ള സ്നേഹത്തിൽ നിന്ന് പിന്മാറ്റുവാൻ കഴിയത്തില്ല. അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പാസ്റ്റർ റോയ് വർഗീസ് കാരിത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പാസ്റ്റർ റോയ് വർഗീസ്
അദ്ദേഹത്തിൻ്റെ വൈഫ് മിനി റോയ്, മകൾ ഗിഫ്റ്റി റോയ് കോവിഡ് പോസിറ്റീവായിട്ടുണ്ട്. ഭയപ്പെടേണ്ട കാര്യമില്ല. എനിക്കും കുടുംബമായിട്ട് കോവിഡ് വന്നതാ. ഒരു ഹോസ്പിറ്റലിലും പോയില്ല. ദൈവത്തിന് സ്തോത്രം. കട്ടിലേന്ന് എഴുന്നേക്കാൻ വയ്യായിരുന്നു. ഇവിടെ കിടന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. മരുന്ന് കഴിക്കാൻ പറഞ്ഞൊക്കെ കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. അല്പം പോലും ഭയം വരാതെ ധൈര്യത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ധൈര്യത്തോട് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവം പ്രിയ റോയ് വർഗീസ് പാസ്റ്ററേയും അദ്ദേഹത്തിൻ്റെ വൈഫ് മിനി റോയിയും ഗിഫ്റ്റി റോയ് മകളെയും സൗഖ്യമാക്കേണ്ടതിനായിട്ട് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുറിവേറ്റ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആണിപ്പഴുതേറ്റ കരം കൊണ്ട് സ്പർശിച്ചാട്ട് അവൻ തൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി. അവിടുത്തെ വചനമയച്ച് സൗഖ്യമാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ വിടുതലും സൗഖ്യവും ഉണ്ടാകട്ടെ. രോഗബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ അനേകർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നുണ്ട്. അദൃശ്യമായ കരം നീട്ടി കർത്താവെ അവിടുന്ന് വിടുതൽ കൽപ്പിക്കണമേ. അങ്ങയിലെ പ്രത്യാശയാൽ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സിസ്റ്റർ സാലി ജേക്കബ് ഭോപ്പാൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന സിസ്റ്ററാണ്. സിസ്റ്റർ ഭയപ്പെടരുത്, ധൈര്യത്തോടെ നിൽക്കുക. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. യഹോവയായ ദൈവം നിങ്ങളുടെ വലതു ഭാഗത്തുണ്ട്. ക്രൂശിതനായ യേശുവിൻ്റെ മുഖം നിങ്ങളുടെ കണ്ണിൻ്റെ മുൻപിലുണ്ട്. ആ ആണിപ്പഴുതേറ്റ കരം കൊണ്ട്, ആ മുറിവിൽ നിന്നൊഴുകിയ രക്തം കൊണ്ട് യേശു സിസ്റ്ററെ സൗഖ്യമാക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ സാലി ജേക്കബിന് വേണ്ടി, ഭോപ്പാലിലുള്ള സഹോദരിക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്ലഡ് ക്യാൻസർ ആണെന്ന് കർത്താവെ പറയുന്നു. സർവശക്തനായ ദൈവം അങ്ങയുടെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയതുകൊണ്ട് ആ തിരുരക്തത്തിൻ്റെ ശക്തി അവിടുന്ന് വെളിപ്പെടുത്തണമേ. ആ രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും അവിടുന്ന് മുദ്രയിട്ട് വിടുവിക്കുമാറാകണമേ. സൗഖ്യം ഞങ്ങളുടെ അവകാശമാണല്ലോ. മറ്റുള്ളവരുടെ മുൻപിൽ ലജ്ജിക്കാതെ വണ്ണം, ഞങ്ങളുടെ തല കുനിഞ്ഞു പോകാതെ വണ്ണം നിവരെ നിർത്തുന്ന ദൈവമേ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അങ്ങ് സാലി ജേക്കബിന് വിടുതൽ കൊടുത്തിരിക്കാൻ സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ആമീൻ പറയുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുവാൻ സ്വർഗം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടുന്ന് വലിയവനായ ദൈവമാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. മാറ്റമില്ലാത്ത തിരുവചനത്താൽ ഞങ്ങളെ ഉറപ്പിക്കുന്ന ദൈവം, ധൈര്യം നൽകുന്ന ദൈവം. ഞങ്ങൾ ബലഹീനരാണ്, എന്നാൽ അവിടുത്തെ അദൃശ്യ ശക്തി ഞങ്ങളിൽ അവിടുന്ന് പകർന്നു തന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. വിശ്വാസത്താൽ ഉറപ്പിക്കണം. എൻ്റെ സന്നിധിയിൽ എന്നും ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നിത്യതയ്ക്കായി ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. പ്രാർത്ഥനാ ധ്വനി ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബെൻസൺ പാസ്റ്ററേയും കുടുംബമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ ദാസനും കുടുംബത്തിനും ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ഗ്രൂപ്പിൽ കർത്താവെ വിവിധയിടങ്ങളിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ആയിരിക്കുന്ന സകലരെയും ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഏറിയ പ്രതിഫലം കൊടുത്തു മാനിച്ചാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. चंगा करने